നമസ്കാരം. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നാളെ MTC കോഴ്സായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ എക്സാം നടക്കുകയാണ്. ദിവസങ്ങളായി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. ലാസ്റ്റ് നിമിഷത്തിൽ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ പരീക്ഷയെ ഈ 45 മാർക്ക് വരുന്ന MTC പരീക്ഷയെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എക്സാം ടിപ്സ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. നിങ്ങൾക്കറിയാം 45 മാർക്കാണ് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾക്കുള്ളത്. ഈ 45 മാർക്കിൽ റിട്ടൺ ടെസ്റ്റിൽ 14 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേപ്പറിൽ പാസ്സാവാനായിട്ട് പറ്റും. 14 മാർക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കൂടിയാണ്. അതിന് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഉയർന്ന മാർക്ക് നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ തറവായിട്ട് പഠിച്ചിരിക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ബ്ലോക്ക് വൈസ് ചോദ്യങ്ങളും അതുപോലെ പലതരത്തിലുള്ള ഡിസ്കഷൻസ് എല്ലാം നടത്തി കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ഉപകാരപ്രദമായിരിക്കും. ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഇവിടെ അറ്റ് ദ ലാസ്റ്റ് നിങ്ങൾക്ക് ആ പരീക്ഷയെ നേരിട്ടേ മതിയാവൂ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടുന്ന ചില എളുപ്പപ്പണികൾ നമുക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, ആദ്യ സെക്ഷൻ എയിൽ 5 മാർക്കാണ് നമുക്ക് വേണ്ടത്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 8 ചോദ്യം തന്നിട്ട് അതിൽ നിന്നും 5 ചോദ്യങ്ങളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഈ 5 ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ഉറപ്പുള്ള ചോദ്യങ്ങൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അവിടെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഉറപ്പുണ്ട് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, എല്ലാ ഭാഗങ്ങളിലും ഓപ്ഷൻസ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഓപ്ഷനുകളിൽ അത്രമാത്രം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ വേണം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട്. ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്തുണ്ടല്ലോ, ഒന്ന് എനിക്ക് അറിയില്ല എന്ന് എഴുതി ഒന്നും മാറ്റി വെക്കരുത്. എന്തെങ്കിലും എഴുതണം. നമ്മളിപ്പോൾ പേപ്പർ വാല്യുവേഷനും മറ്റും പോകുന്ന സമയത്ത് എന്താ സംഭവിക്കാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ആ ചോദ്യം നിങ്ങൾ എഴുതാനായിട്ടെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പലപ്പോഴും പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം കാണുന്ന വഴി ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് കരുതി വിട്ടുകളയാൻ ശ്രമിക്കരുത്. അവിടെ എന്തെങ്കിലും എഴുതി വെക്കണം. മനസ്സിലായോ? ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ എന്താ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ വാട്ട് ഈസ് ASI എന്നൊരു ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ASI പറ്റി കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഫുൾ ഫോം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളത് എഴുതി വയ്ക്കാൻ കഴിയണം. ഓക്കെ, അങ്ങനെ തന്നെയെങ്കിലും എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസ് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ടൂറിസം എന്നാണ് ചോദ്യം വരുന്നതെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ടൂറിസം എന്താണെന്ന് അറിയാലോ. അപ്പോൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ടൂറിസം എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കണം. ടൂറിസം എന്താണ്, ടൈപ്സ് ഓഫ് ടൂറിസം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും എഴുതി വയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഓൾറെഡി അതിന് ടൂറിസത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് എഴുതിക്കൂടെ? പിന്നെ നിങ്ങൾക്ക് ആലോചിച്ച് കഴിയുമ്പോൾ ഓക്കെ, ടൂറിസത്തിന് അതായത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യം പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഈ നമ്മുടെ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയെ പറ്റി അല്ലെങ്കിൽ കേരളത്തെ പറ്റി ഒരു ഐഡിയ ഉള്ള ഒരു ആൾക്ക് എളുപ്പം പാസ്സായി പോരാൻ പറ്റുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസം. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്നും വിട്ടുകളയരുത്. നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് 10 മാർക്കിൻ്റെ ചോദ്യം ആയിക്കോട്ടെ, 5 മാർക്കിൻ്റെ ചോദ്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉത്തരം അറിഞ്ഞാലേ എഴുതൂ, അല്ലെങ്കിൽ കറക്റ്റ് ആ ഉത്തരം എഴുതൂ എന്നുള്ള വാശി വേണ്ട. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തറിയാമോ അത് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഞാനീ പറയുന്നത് ഏറ്റവും നന്നായി പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു ടിപ്പല്ല. ഇനി എങ്ങനെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എങ്ങനെ പാസ്സാവാം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് വായിക്കുക, ക്ലാസ്സുകൾ ജസ്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് കേട്ട് പോവുക. ഏതൊക്കെ സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തിയറികളാണ് കടന്നു വരുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ട് അത് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കണം.
അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വരുമ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ചെറിയൊരു പാരഗ്രാഫ് 2-3 വരികൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടൂറിസം എന്നുള്ളതാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടൂറിസം അല്ലെങ്കിൽ വാട്ട് ഈസ് ടൂറിസം എന്ന് 2 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം? To spend time away from home for recreation, relaxation and pleasure. അല്ലേ, വീട്ടിൽ നിന്നും റിക്രിയേഷനും റിലാക്സേഷനും പ്ലഷറിനും വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ ടൂറിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ മെയിൻ പർപ്പസ് അതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നു. ഇനി അത് മാറിക്കൊണ്ട് വാട്ട് ഈസ് ട്രാവലോഗ് എന്നാ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ? ട്രാവൽ ആൻഡ് മോണോലോഗ് എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നുമാണ് ട്രാവലോഗ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് എഴുതി വയ്ക്കാമല്ലോ. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ നടത്തുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ്, പാസ്റ്റിൽ നടത്തിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? ട്രാവലോഗുകളായിട്ട് എഴുതുന്നത് എന്ന് എഴുതാലോ. അങ്ങനെ ആ ഒരു വാക്ക് പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രാവലോഗ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം. 5 മാർക്കിൽ ഇപ്പോൾ ചോദ്യം വരാണ്, എന്താണ് ട്രാവലോഗ്? മലയാളത്തിലെ പ്രശസ്തമായ ട്രാവലോഗുകൾ ഏത് എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാം. മനസ്സിലായോ? ഇനി അത് തന്നെ എസ്സേയിലേക്ക് വരുന്നു എന്നൊക്കെ, എസ്സേയിലേക്ക് വരുമ്പോഴും നമുക്ക് എന്ത് തന്നെ എഴുതാൻ പറ്റും? ഇപ്പോൾ നോക്കുക, നോക്കൂ കേട്ടോ, ഇവിടെ ഒരു ചോദ്യം കണ്ടോ. ഹൗ ഡസ് ട്രാവലോഗ് കോൺട്രിബ്യൂട്ട് ടു ദ പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി? ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു വെൽ നോൺ ട്രാവലോഗ് അക്കൗണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു ചോദ്യം വന്നു നോക്കി. അപ്പോൾ നിങ്ങൾക്കിവിടെ എന്താ സംഭവം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ പോലും ആ ചോദ്യത്തിന് വിട്ടുകളയരുത്. പകരം എന്ത് എഴുതണം? ട്രാവലോഗ് എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കിവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാവലോഗ് എന്ന് എഴുതി. ട്രാവലോഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രാവലും മൊണോലോഗ് എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി എഴുതാം. അതിനുശേഷം പിന്നെന്ത് എഴുതാൻ പറ്റും? വ്യത്യസ്ത തരത്തിൽ ഒരുപാട് സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ആ സഞ്ചാരികളുടെ അക്കൗണ്ട്സിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രം നിർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ചോദ്യത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ചോദ്യത്തെയും നേരിടാനായിട്ട്. അല്ലാതെ ഇതെനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഈ വാക്ക് ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുവോ അതെല്ലാം എഴുതി വയ്ക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ചോദ്യങ്ങളൊന്നും വിടാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. നിങ്ങളവിടെ നിങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അതിനെപ്പറ്റി എനിക്ക് എന്തറിയാം എന്നുള്ളത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ജസ്റ്റ് ഒരു റിവിഷൻ കൂടിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും ഡിസ്കസ് ദ റോൾ ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇൻ പ്രിസർവിങ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ മോഡേൺ സൊസൈറ്റി. ഇങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് വയ്ക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? എന്താണ് ടൂറിസം എന്ന് എഴുതാം. എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളത് എഴുതാം. ഹിസ്റ്റോറിക്കൽ ടൂറിസം എങ്ങനെയാണ് നമ്മുടെ മോഡേൺ സൊസൈറ്റിയുടെ, അതായത് നമ്മുടെ ഹിസ്റ്ററീനെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി കൈകാര്യം ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എക്സാക്റ്റ് ഈ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഏതൊക്കെയാണ്, ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ പറ്റി കൈകാര്യം ചെയ്തു പോയാൽ അത് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും 1ാമത്തെ ബ്ലോക്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഓൺ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഹെറിറ്റേജ്. സെയിം ഇത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം, കൾച്ചറൽ ടൂറിസം അറിഞ്ഞിരിക്കാം. ഓൾവേസ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്.
അങ്ങനെ തന്നെ വരുന്നു. ഡിഫൈൻ ടൂറിസം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടൂറിസം. ഈ ഒരു ചോദ്യം ഇല്ലേ, ഡിഫൈൻ ടൂറിസം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടൂറിസം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂറിസം എന്താന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റും. ടൈപ്സ് ഓഫ് ടൂറിസം 5 മാർക്കിൽ ഏത് വന്നാലും കൈകാര്യം ചെയ്യാം. അതിൽ പറയുന്നില്ലേ കൾച്ചറൽ, എക്കോ ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം, അങ്ങനെ കടന്നു പോകുന്നത് സോഫ്റ്റ് അഡ്വഞ്ചറസ്, ഹാർഡ് അഡ്വഞ്ചറസ് ടൂറിസം, മെഡിക്കൽ ടൂറിസം. അപ്പം അങ്ങനെ ഓരോന്നും പഠിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് വെച്ചിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാം അല്ലേ. മെഡിക്കൽ ടൂറിസം, ലിഷർ ടൂറിസം, രണ്ട് പർപ്പസ് എന്നുള്ളത് കൃത്യമല്ലേ. ലിഷർ ടൂറിസം എന്തിനു വേണ്ടിയാണ്? ലിഷറിന് വേണ്ടിയിട്ട്. മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ഹെൽത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പോലും നമുക്ക് ആ ചോദ്യത്തിനെ നേരിടാൻ പറ്റും. അപ്പോൾ അത് തന്നെ നമുക്ക് 5 മാർക്കിലും പ്രതീക്ഷിക്കാം, എല്ലാം കൂടി 10 മാർക്കായിട്ടും ചോദിക്കാം. അടുത്തത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി. ഈ പറഞ്ഞ പോലെ ട്രാവലോഗുകളെ പറ്റി അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളതാണ് ഹൗ ഡസ് ട്രാവലോഗ്സ് കോൺട്രിബ്യൂട്ട് ടു ദ പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി. ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ വെൽ നോൺ ട്രാവലോഗ്സ്. പറഞ്ഞല്ലോ ചരിത്രത്തെ എങ്ങനെ നിർമ്മിച്ചെടുക്കാനായിട്ട് ട്രാവലോഗുകൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇബൻ ബത്തൂത്തേനെയും അല്ലെങ്കിൽ മാർക്കോപോളോയുടെയും ഒക്കെയും ആ ഒരു പേര് തന്നെയെങ്കിലും പരാമർശിച്ചുകൊണ്ട് അതിനെ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ലാസ്റ്റ് നിമിഷത്തിൽ വലിയ ഇപ്പോൾ ബ്ലോക്ക് 2-ലെ 2ാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത്രത്തോളം ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ നിമിഷം ശ്രദ്ധിക്കാം. അടുത്തതാണ് ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഓഫ് കീഴടി. അത് 3ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴാണ്. അവിടെ ഒരുപാട് സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ കീഴടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും ലാസ്റ്റായിട്ട് എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയൊരു സ്ഥലമാണ്. ആ സ്ഥലവും സംഘം കാലഘട്ടവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഓഫ് കീഴടി ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു അണ്ടർസ്റ്റാൻഡിങ് ദ സംഘം ഏജ്. ഒരുപാട് സാധനങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കീഴടി, പട്ടണം, ഹാരപ്പ, ഇതൊക്കെയും എക്സ്കവേഷനുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. 5 മാർക്കിലും നമ്മൾ പട്ടണം ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എടക്കൽ കേവ്സ് ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എടക്കൽ ഗുഹകളിൽ വരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം ഇവിടെ പറയുന്നുണ്ട്, വയനാട്ടിലെ മറ്റേ ശവസംസ്കരണ രീതികളെ പറ്റി ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനലൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് റിലീജിയസ് ടൂറിസം ഓൺ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, അല്ലെങ്കിൽ വൈ ആർ റിലീജിയസ് സൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു എൻഹാൻസ് അവർ ട്രഡീഷണൽ കൾച്ചർ. ഇവിടെ വരുന്നതാണ് അമൃത്സർ, ഭിംബേത്ക, പിന്നെ നമ്മുടെ ഭിംബേത്ക അല്ല, ബോധ് ഗയ, പുരി, തിരുച്ചിറപ്പള്ളി, നമ്മുടെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി, അത്തരത്തിലുള്ള ആ ഒരു ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ഥലങ്ങളെപ്പറ്റി എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. റിലീജിയസ് എന്ന് പറയുമ്പോൾ കേട്ടോ. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരള. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഇയാൽ ബ്യൂറൽ കേവ്സ് അങ്ങനത്തെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അതുപോലെ തന്നെ ഒരു പാലക്കാട് ജില്ലയിലെ, തൃശ്ശൂർ ജില്ലയിലെ, വയനാട്ടിലെ, അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരള ഇപ്പോൾ ചോദ്യം വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പറ്റി നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഇല്ലേ. കേരളത്തിൽ ഇപ്പോൾ ഒന്നും വേണ്ട, പട്ടണം ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു, മുസ്രീസ് പദ്ധതി എന്നൊക്കെയും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത് നോക്കൂ, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പട്ടണം ഇൻ ദ ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ഓഫ് കേരള. നമ്മൾ പറഞ്ഞു ഈ പട്ടണ എക്സ്കവേഷൻ ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരാം 5 മാർക്കിലോ 10 മാർക്കിലോ. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെഗാലിത്തിക് ബ്യൂറൽസ് ഇൻ വയനാട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. ഇവിടെ പറഞ്ഞല്ലോ വയനാട്ടിലെ ആ മെഗാലിത്തിക് പീരീഡിൽ ധാരാളം ഈ ശവസംസ്കരണ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നന്നങ്ങാടികളും മറ്റും കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയുള്ളൊരു ചോദ്യം. ഡിസ്കസ് ഹൗ കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ടൂറിസം. നേരെ പറഞ്ഞ പോലെ കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് എങ്ങനെയാണ് നമ്മുടെ ടൂറിസത്തിനെ ഹെൽപ്പ് ചെയ്യുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കൂടി എഴുതി വയ്ക്കാൻ
വെക്കാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വാക്കുകളിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പോയിന്റുകളും കിട്ടിയില്ലെങ്കിൽ പോലും അറിയുന്നത് എഴുതി വെക്കാനായിട്ട് യാതൊരു മടിയും വിചാരിക്കേണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യാം. 5 മാർക്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിസ്ക് വരുന്നുള്ളൂ എന്ന് ഉദ്ദേശിക്കുന്നത് 1 വേർഡ് ചോദിക്കുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് പോയിന്റ് എഴുതി കഴിഞ്ഞാലേ, ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏത് എന്നൊരു ചോദ്യം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട്. എന്ത്? വർത്തമാന പുസ്തകം. അത് എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, മലയാളത്തിലെ പ്രശസ്തമായ യാത്രാ വിവരണങ്ങൾ ഏതൊക്കെ എന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അപ്പം അത്തരത്തിൽ വലിയ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ 10 മാർക്ക്, 5 മാർക്ക്, 2 മാർക്കിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തറിയാമെങ്കിലും അത് എഴുതി വയ്ക്കാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത്. ഈസി ആയിട്ട് നമുക്ക് 14 മാർക്ക് എന്ന് പറയുന്നത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന മാർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാ ചോദ്യങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മണിക്കൂർ എന്ന് പറയുന്നത് നിസ്സാര സമയമല്ല. ഏറ്റവും നല്ല രീതിയിൽ ഈ ലാസ്റ്റ് നിമിഷത്തിൽ പോലും നമ്മുടെ വീഡിയോകളിലൂടെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളത്തെ എക്സാം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.